ഹായ്, ഐ എം നുഹ്മാൻ. CMA USA ക്വാളിഫൈഡ് ആണ്. ഞാൻ ട്രിപ്പിളിലെ ഫാക്കൽറ്റിയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കാം. അപ്പോൾ ഡിഗ്രി ചെയ്യുന്ന ആളായാലും ഡിഗ്രി കഴിഞ്ഞ ആളായാലും നമുക്ക് CMA USA സിമ്പിളായിട്ട് പേഴ്സ്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതിന് കൂടെ ചെയ്താലുള്ളതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ കൂടെ ഇറങ്ങുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യും, ജസ്റ്റ് 1 ഇയർ കൊണ്ട് ഒരു പ്രൊഫഷണൽ ആകും. നിങ്ങൾ ഡിഗ്രീന്റെ കൂടെ ഒരു പ്രൊഫഷണൽ ആയാൽ പിന്നെ നമ്മൾ കയറുമ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും കൂടി ഏർലി ഏജിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവും. ഈവൻ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾ ജോബിന് പോകുമ്പോൾ അറിയുന്നുണ്ടാവും നമുക്ക് ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഉള്ള ഒരു CMA USA പോലുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോബ് ഇന്റർവ്യൂസിലും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ എത്ര വർഷം വർക്ക് ചെയ്താലും അവരെ വർക്കിൽ അല്ലെങ്കിൽ അവരുടെ ജോബ് ലൈഫിൽ അവർക്കൊരു ഗ്രോത്ത് ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ആളുകൾ പൊതുവെ വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതായത് വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ജോബ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CMA USA എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സ്യൂ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കോഴ്സാണ്. CMA USA എന്താണ്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് ബോഡിയാണ്. IMA എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേൾഡിലെ എവിടെ വേണമെങ്കിലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മൾട്ടിനാഷണൽ കമ്പനീസിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് പൊസിഷൻ, അതായത് CFO വരെ. CFO എന്ന് പറഞ്ഞാൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, CEOന്റെ റോളിന്റെ അടുത്ത് വരുന്ന ഒരാളാണ് CFO, റിസ്ക് മാനേജ്മെന്റ് ഓഫീസർ, അങ്ങനെ കുറെ റോളുകൾ എന്തുണ്ട് CMA USA ക്വാളിഫൈഡ് ആയ ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി. അതുകൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ആകെ 2 എക്സാം ഇതിന് വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. ഇങ്ങനെ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ CMA USA പഠിക്കുമ്പോൾ എല്ലാം കോൺസെപ്ച്വൽ വൈസ് ആണ്, എല്ലാം ക്ലാരിറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തിനാണ് ഏതിനാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത് തന്നെ. പിന്നെ നമുക്ക് അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതും നമുക്ക് ഇന്റേൺഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് ജോബിലേക്കുള്ള എൻട്രി ആണ്. എന്തായാലും ഇവിടെ ഒരു 5 വർഷം ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്ത് കിട്ടുന്ന, 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കൗണ്ടന്റ്, ഒരു ഡിഗ്രി അക്കൗണ്ടന്റ് വർക്ക് ചെയ്ത് കിട്ടുന്നതിനേക്കാളും സാലറി നമുക്ക് ഏതിൽ കിട്ടും, CMA USA കഴിഞ്ഞ ആൾക്ക് കിട്ടും, അത് ഷുവറാണ്. പിന്നെ പുറത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, MNC കമ്പനീസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ ചിന്തിച്ച് നോക്കുക, നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് ഒരു 5 വർഷം 6 വർഷം ഇവിടെ നിന്നിട്ട് ഒന്നിനും, അതായത് നമുക്കൊരു സാലറി ഹൈക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ CMA USA പോലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു നല്ലൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുറത്തേക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കയറാവുന്നതാണ്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിഗ്രി ചെയ്യുന്നതിന് കൂടെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏജ് ഒരു 20-21 ആകുമ്പോൾ ജസ്റ്റ് ഒരു ഡിഗ്രി അല്ല അവർക്ക് കിട്ടാൻ പോകുന്നത്, CMA USA എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ. പക്ഷേ ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾ 21 വയസ്സിൽ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ആ ഒരു സർട്ടിഫിക്കറ്റേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് റിയലൈസ് ചെയ്യണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്, CMA USA. പിന്നെ CMA USA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്, ബെറ്റർ സാലറി ആണ്. അതുപോലെ നമ്മുടെ ഡിമാൻഡ് ബെറ്റർ ആയിരിക്കും. സോ ബെറ്റർ സാലറി, ബെറ്റർ ഡിമാൻഡ് ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നേരുന്നു.